നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിച്ചിരിക്കും. ജനങ്ങളെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി. മുണ്ട് മുറുക്കി ഉടുത്ത് ജനം പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞുകൂടുകയാണ്. അതിൻ്റെ കൂടെയാണ് കിഫ്ബിക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാൻ പിണറായി ഇറങ്ങിയിരിക്കുന്നത്. അതിന് ജനങ്ങൾ എതിര് നിൽക്കുന്നു എന്ന് കണ്ടതോടുകൂടി, മാത്രമല്ല CPIയും എതിരാകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഭീഷണി സ്വരം പുറത്തെടുത്തിരിക്കുന്നത്. കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണമെന്നും LDF നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടതോടെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് ഉറപ്പായിരിക്കുകയാണ്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ച എതിരഭിപ്രായം തള്ളിയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന കവലപ്രസംഗങ്ങളിലൊക്കെ ഇവർ തന്നെ പറയുന്ന ഈ പാർട്ടി ജനങ്ങളുടെ മെക്കിട്ട് കയറുകയാണ്. അധിക ഭാരം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ CPM കടന്നിരിക്കുന്നത്. കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണമെന്നാണ് LDF നേതൃത്വം ആവശ്യപ്പെടുന്നത്. കിഫ്ബിയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MN സ്മാരകത്തിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ബ്രൂവറിക്ക് അനുകൂല നിലപാടെടുത്തതിന് പിന്നാലെയാണ് CPIയുടെ എതിർപ്പ് അവഗണിച്ച് ടോളിനും പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ മുൻ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് ടോൾ പിരിക്കുന്നത് ജനരോഷത്തിനിടയാക്കുമെന്നാണ് CPI പറയുന്നത്. അതേസമയം കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണെന്നും വരുമാനം കണ്ടെത്തിയില്ലെങ്കിൽ കിഫ്ബിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും CPM ഇടതുമുന്നണി യോഗത്തിൽ വ്യക്തമാക്കിയത്. ടോൾ വിഷയത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നായിരുന്നു ഇടതുമുന്നണി യോഗം നടന്നതിന് ശേഷം TP രാമകൃഷ്ണൻ വിശദീകരിച്ചത്. എന്നാൽ ഇത് കൃത്യമായ കളി തന്നെയാണ്. കാരണം പിണറായി വിജയൻ ഒരു ഉത്തരവ് കൊടുക്കാതെ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ ഇതിന് ഒത്താശയുമായും പച്ചക്കൊടി കാണിച്ചും രംഗത്തേക്ക് വരില്ല. ഇതെല്ലാം മുൻപ് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണ്. പിണറായി വിജയൻ ഉണ്ടാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് CPM നേതാക്കൾ നിന്ന് ആടിക്കൊടുക്കുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോൾ പിരിക്കുന്നത് CPM ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾക്ക് ചേരാത്തതാണ് എന്ന് CPI പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്രം ടോൾ പിരിക്കുന്നതിനെതിരെ സമരം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ ടോൾ പിരിക്കാൻ ഈ പാർട്ടിയും സർക്കാരും തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ജനങ്ങൾ ഇതിനെ ഒട്ടും അംഗീകരിക്കില്ല എന്ന് CPI വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വലിയ തിരിച്ചടി CPMന് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് CPI. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ ധാർഷ്ട്യത്തോടെ തന്നെ മുൻപോട്ട് പോകുകയാണ് പിണറായി വിജയൻ. ജനങ്ങൾക്ക് വലിയ ഇരുട്ടടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം കിഫ്ബി സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 50 കോടിക്ക് മുകളിലുള്ള റോഡുകളിൽ ടോൾ പിരിക്കുമെന്നാണ് പ്രഖ്യാപനം. കേരളത്തിൽ കിഫ്ബി നിർമ്മിക്കുന്ന 500 റോഡുകളിൽ 30%-ലേറെയും 50 കോടിക്ക് മുകളിലുള്ള നിർമ്മാണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ടോൾ കൊടുത്ത് മലയാളി മുടിയും. അല്ലെങ്കിൽ തന്നെ വലിയ കടക്കണിയിലാണ് സംസ്ഥാനമുള്ളത്. സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ വിലക്കയറ്റം, അതൊന്നും താങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മലയാളി എത്തിയിരിക്കുമ്പോഴാണ് അടുത്ത വെള്ളിടി, അതും ടോളിന്റെ രൂപത്തിൽ. നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി ഘടകകക്ഷികൾ എതിർപ്പുന്നയിച്ചിട്ടും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിന്റെ തീരുമാനം. ഇതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും CPMനെ തിരിച്ചടിക്കുന്ന വിഷയമാണ്. മദ്യനിർമ്മാണശാല പാടില്ല എന്ന് CPIയും RJDയും കട്ടായം പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും അത് ചെവിക്കൊള്ളുന്നില്ല. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച ഇടതുമുന്നണി നേതൃത്വം കിഫ്ബി ടോളിന്റെ കാര്യത്തിലും കാർക്കശ്യം തുടരുകയാണ്.
ടോൾ വിരുദ്ധ സമീപനത്തിൽ വെള്ളം ചേർത്തതും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ടു പോകുന്നതിലും CPM മറുപടി പറയേണ്ടി വരും എന്നാണ് CPI ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാ വിവാദ തീരുമാനങ്ങളിലും എന്ന പോലെ കിഫ്ബി ടോളിലും മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനിച്ച് മുന്നണി അനുസരിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന സർക്കുലർ. വിവാദ വിഷയങ്ങളിൽ പാർട്ടി നിലപാട് മുന്നണി നേതൃത്വത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനാകാത്തതിൽ CPI നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ ഇപ്പോൾ അമർഷം ശക്തമാണ്. എന്തായാലും ടോൾ വിഷയത്തിലും ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട, ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതുമായി മുൻപോട്ട് പോകും എന്ന നിലപാടിലാണ് പിണറായി വിജയൻ ഉള്ളത്. എന്നാൽ ടോൾ വിഷയത്തിൽ CPMൽ തന്നെ ഇപ്പോൾ അമർഷങ്ങൾ പുകയുന്നുണ്ട്. ഇത് നടപ്പാക്കരുതെന്നും ഇത് വലിയ തിരിച്ചടി CPMന് ഉണ്ടാക്കുമെന്നും ഒരുപറ്റം നേതാക്കൾ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഖജനാവ് നിറയ്ക്കുന്നതിനു വേണ്ടി, കീശയിൽ 10 കാശ് വീഴുന്നതിനു വേണ്ടി പിണറായി ധാർഷ്ട്യം തുടരുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.